ഓക്കെ അല്ലേ? ഒരു ബലമില്ലല്ലോ. അപ്പൊ അവർക്ക് അടി കൊടുത്തെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്താ ഇവിടെ വെരി ഗുഡ്. എത്ര പേരെന്നൊന്നും എണ്ണം പറയുന്നില്ല. അപ്പൊ തന്നെ കുരു പൊട്ടാനുള്ളവർക്കെല്ലാം കുരുവും ബാക്കി എല്ലാം പൊട്ടും. MP ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിന്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. സ്പീക്കറുടെ നെഞ്ചത്തോട്ട് ഭരണഘടന എടുത്തെറിയുക അല്ലേ, ഹിജാബ് എടുത്തെറിയുക, കുരിശെടുത്തെറിയുക അല്ലേ, അങ്ങനെ ഓരോ മതചിഹ്നങ്ങൾ എടുത്തെറിയുക, എന്നിട്ട് അതിനുവേണ്ടി കിടന്ന അതല്ല. എല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കേടുപാടൊന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം എന്നാണ് ആദ്യം അഭ്യർത്ഥന. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ പോകാത്തതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലാകമാനമുണ്ട്. ഒരു ഭരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിലെത്തി അത് രാജ്യം മുഴുവൻ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് അതിൻ്റെ തുടർച്ച ഇതിന് മുമ്പത്തേക്കാളും ശക്തമായി വരും എന്ന ഒരു ഉറപ്പ് രാജ്യം മുഴുവൻ മുഴങ്ങി കേൾക്കുമ്പോൾ ആ പാളയത്തിൽ ചെന്ന് ചേരുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം കേരളത്തിൽ നിന്ന്. അങ്ങനെ എത്ര പേരെന്നൊന്നും എണ്ണം പറയുന്നില്ല. അപ്പോൾ തന്നെ കുരു പൊട്ടാനുള്ളവർക്കെല്ലാം കുരുവും ബാക്കി എല്ലാം പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണം പറയുന്നില്ല. എങ്കിലും ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലേക്ക് ഓരോ വികസനത്തിൻ്റെ ഭാഗമായിട്ടായാലും ശരി തന്നെ ഓരോ വ്യക്തിയുടെയും പ്രദേശത്തിൻ്റെയും സംഭാവനകളായി കേന്ദ്ര ഭരണത്തിൻ്റെ നന്മയായി വരേണ്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് പ്രവർത്തിക്കുന്നവരുമാണ് ഇവിടുന്ന് അയക്കാൻ. അല്ലാതെ സ്പീക്കറുടെ നെഞ്ചത്തോട്ട് ഭരണഘടന എടുത്തെറിയുക അല്ലേ, ഹിജാബ് എടുത്തെറിയുക, കുരിശെടുത്തെറിയുക അല്ലേ, അങ്ങനെ ഓരോ മതചിഹ്നങ്ങൾ എടുത്തെറിയുക, എന്നിട്ട് അതിനുവേണ്ടി കിടന്ന അതല്ല. ഒരു പാർലമെന്റേറിയൻ എന്ന് പറയുന്നത് അതല്ല. അപ്പോൾ നമ്മൾ വോട്ട് വാങ്ങിപ്പോയി ആ വോട്ട് തന്ന ജനതയോടൊരു കർത്തവ്യം നിർവഹിക്കാനുണ്ട് എന്ന് തോന്നിയെങ്കിൽ ആ കർത്തവ്യം നിർവഹിച്ചതിൻ്റെ മേന്മ എത്ര? കഴിഞ്ഞ 5 വർഷം, അതിനു മുമ്പത്തെ 5 വർഷം, അവ 2 കക്ഷികളുമാണ്. ഇനി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 5 വർഷം ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവും, അത് ഞാൻ മാനിക്കും. ആരും ആ രാഷ്ട്രീയം വിട്ട് പുറത്തേക്ക് വരണ്ട. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ആവരുത്, രാഷ്ട്രത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇവിടെ 2004-നും 2014-നും ഇടയ്ക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടെ ഒത്തുകൂടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിൽ നിന്ന് 7-8 പേരൊക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്നു. അവരെ കൊണ്ട് അന്ന് സാധിക്കാത്ത 2 കാര്യങ്ങൾ ഞാൻ പറയാം. 39 വർഷം പഴക്കമായ, 41 വർഷം പഴക്കമായ കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കേന്ദ്രമന്ത്രിമാരാണ്, MP-മാരല്ല കേട്ടോ, കേന്ദ്രമന്ത്രിമാരാണ്. 6, 7, 8 പേരൊക്കെ ഉണ്ടായിരുന്നു. അതേ ബൈപ്പാസുകൾ പൂർത്തീകരിക്കാൻ 2018 ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നുവെങ്കിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ MP-മാരുമാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. കേരളത്തിനും അവർ നൽകിയ ബലമാണ്. ഫോട്ടോ നമുക്ക് ഒന്നൊഴിവാക്കാം. അപ്പോൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള, രാജ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗ്യമായ പങ്ക് അത് കൊണ്ടുവരുന്ന ആൾക്കാരാരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് വിജയകരമായ വോട്ടിംഗായി മാറുന്നത്. നിങ്ങളും വിജയിക്കണം, എന്നെയും വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നല്ലതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ ഞാൻ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത്, നിങ്ങളെന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു MP-യുടെ പ്രകടന മികവ് എന്ത്? ഞാൻ ഇവിടെ ഉറപ്പ് തരുന്നു, അതിൻ്റെ ഇരട്ടിയല്ല, അതുക്കും മേലെ 5 വർഷം തന്നാൽ എൻ്റെ പ്രവർത്തനങ്ങളോട്
പോരെ? ഓക്കെ അല്ലേ? ഒരു ബലമില്ലല്ലോ. തൊഴിലുറപ്പുകാരുടെയും ശ്രദ്ധയ്ക്ക് ചോദിച്ചു. കേന്ദ്രമന്ത്രിയൊക്കെ പിന്നത്തെ കാര്യം, അതൊക്കെ പിന്നത്തെ കാര്യം. ഞാൻ MP ആവാനാണ് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എപ്പോൾ ആവണം, ക്യാബിനറ്റ് എപ്പോൾ ആവണം, സ്റ്റേറ്റ് മന്ത്രി എപ്പോൾ ആവണം, ഇതെല്ലാം പിന്നത്തെ കാര്യമാണ്. MP ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിൻ്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. MP ആയി തന്നെ തുടരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം? ഞാൻ ഈ പ്രദേശത്തേക്ക് വരിക പോലും വേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രവർത്തകരെ ഒന്ന് വിളിച്ച് ശാസിച്ചു. ആ ശാസന എന്ന് പറയുന്നത് വോട്ട് ചേർക്കാത്ത ഒരു വീഴ്ച. കാരണം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10-25 പേര് എന്ന് പറയുക, ഈ മണ്ഡലത്തിൽ എനിക്ക് വോട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു 18 വയസ്സുകാർ 2 പേരുണ്ട്. അങ്ങനെ ഈ മണ്ഡലത്തിൽ ഒരു 100-100 വോട്ട് ചേർത്തിട്ടില്ല, അവർക്ക് വോട്ടവകാശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രവർത്തകരുടെ വീഴ്ചയാണ്. അതിന് ഞാൻ അവരെ ശാസിക്കും. ഞാനല്ലാതെ പിന്നെ ആരാ അവരെ ശാസിക്കേണ്ടത്? ഞാൻ വോട്ടിന് വേണ്ടിയല്ലേ ഈ മേക്കപ്പിട്ട് ഷൂട്ടിങ് നടത്തി പണം ഉണ്ടാക്കേണ്ട പരിപാടി മാറ്റി വെച്ചിട്ട് ഇതിന് വന്ന് നിൽക്കുന്നു. അപ്പോൾ അതുപോലെ പ്രവർത്തകരും പണിയെടുക്കണ്ടേ? ഇനി എനിക്കിങ്ങനെ ഈ പറയുന്ന മുക്കിലും മൂലയിലും ഓടിയെത്താൻ പറ്റുമോ? അപ്പോൾ ജയിച്ചു വന്നാലും ഇതേ പ്രവർത്തകരാണ് മുക്കിലും മൂലയിലും ഓടിയെത്തി അവിടെയുള്ള വിഷയങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഒരു പരിഗണന അധികമായി കൊടുക്കേണ്ടതെല്ലാം എടുത്തിട്ടാണ് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അന്നും പ്രവർത്തിക്കേണ്ടത് ഇതേ പ്രവർത്തകരാണ്. അവരെ ഇന്ന് ശാസിച്ചില്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലെ മികവ് നിങ്ങൾക്ക് എത്തില്ല. കാര്യം മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. കാഡർ സ്വഭാവമാണത്. അതിലെ കാഡറിൽ മനുഷ്യൻ്റെ കഴുത്തറുത്ത് കൊല്ലാത്ത സ്വഭാവം ഞങ്ങൾക്കേ ഉള്ളൂ. മറ്റേത് ആർക്കാണെന്ന് നല്ലപോലെ അറിയാം. അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അഭിമന്യുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി ചോദിക്കുക, അവർ പറഞ്ഞു തരും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരവും മാലയും ഒക്കെ വിറ്റിട്ട് കാശ് കൊടുത്ത് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി യുവജനോത്സവത്തിന് പോയ കുട്ടികളെല്ലാം തിരിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ സംസ്കാരം എവിടെയാണെന്നുള്ളത് നിങ്ങൾ പോയി അന്വേഷിക്കുക. ഇതിനൊക്കെ സമഗ്രമായ മാറ്റം വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള തുടക്കം കുറിക്കുന്നതിനുള്ള അവസരമാണ്. അത് നിങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചാൽ ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ലപോലെ കാശൊക്കെ ഉണ്ടാക്കി അല്ലേ, തമിഴ്നാട്ടിലെങ്ങാനും പോയി വീട് വെച്ച് താമസിച്ച് ഞാൻ റെഡിയാ. ഞാൻ എന്തിനും റെഡിയാ. നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ എന്തിന് റെഡി ആവണമെന്ന്. ഓക്കെ അല്ലേ? താങ്ക് യു. ചേർത്താ എനിക്ക് വയ്യ. അപ്പൊ അവർക്ക് അടി കൊടുത്തെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്താ കൊടുക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കാര്യം കൂടെ കേട്ടോ, അന്ന് പ്രവർത്തകരെ ശാസിച്ചെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ആ ആദിവാസി ഊരിന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ട്രൈബൽ മന്ത്രിയുണ്ട്, അവർക്ക് ആധാർ കാർഡില്ലാന്ന്. ഈ പാവം ആദിവാസികൾക്ക് കേരളത്തിൽ എത്ര ആദിവാസികളുണ്ട്? അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ടോ എന്ന് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് പോയി ചോദിക്കും. എന്താ ആദിവാസികളും നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അതോ പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണോ? അന്വേഷിക്കണ്ടേ? അവർക്ക് റേഷൻ കിട്ടണ്ടേ? ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ വോട്ടേഴ്സ് ID എടുക്കും, വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കും? അപ്പൊ അവര് വോട്ട് ചെയ്യരുതെന്നാണ് ഇതിന് ഉത്തരം പറയട്ടെ. ഈ വീഡിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇടുമല്ലോ, ഉത്തരം പറയട്ടെ.
അന്നേരം മറ്റേ ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങരുതെന്ന് മാത്രം അതിൻ്റെ കൂടെ ഇട്ടേക്കണം കമൻറ്റ് കേട്ടോ. ആ കേട്ടോ ഏതാ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞങ്ങൾ ചോദിച്ചു നടന്ന ഉടനെ അത് ആരോപണമായി മാത്രം തീരും. ആദിവാസികളും സഹോദരങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും അധസ്ഥിത വർഗം ആരെന്ന് ചോദിച്ചാൽ അവരാണ്. ഏറ്റവും അടിത്തട്ട്. അവർക്ക് കാട്ടിൽ നിന്ന് പോലും ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ജീവിക്കാൻ വലിയ നിയമങ്ങളും ലംഘനങ്ങളും ഒക്കെ തടയിടാനൊക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അവരൊരിക്കലും വനത്തെ ചൂഷണം ചെയ്യത്തില്ല, ഉപദ്രവിക്കത്തില്ല, നശിപ്പിക്കില്ല. നശിപ്പിക്കാൻ കയറുന്നവർക്കെല്ലാം സൗകര്യവും ചെയ്തു കൊടുക്കും. അറ ശരി, 26 വീണ്ടും വരും കേട്ടോ. ഒരു നിരയെ ഒരുക്കി വരും. അന്ന് ഈ അസത്തുകളെ എല്ലാം എടുത്ത് കടലിൽ ഇറങ്ങണം. കേരളം തരണം. ഒന്നും വേണ്ട, ഒന്നും പുറപ്പെട്ടു.